ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ബഹ്റിലെ ലൈഫ് ഓഫ് ട്രീ കാണാനാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു മരം. എന്താലേ, ഞങ്ങൾക്കിവിടെ റൂമിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലേ ഉള്ളൂ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലും അത്ര തിരക്കൊന്നുമില്ലാത്ത ഒരാളൊഴിഞ്ഞ സ്ഥലം തന്നെയാണ്. പക്ഷേ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് നാട്ടിലുള്ളവരെ അപേക്ഷിച്ച് ഒരു മരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ചെറിയൊരു മരുഭൂമി തന്നെയാണ് ഇവിടെ. ഇതിൻ്റെ കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് വെള്ളമുള്ളൊരു പ്രദേശം. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊരു അത്ഭുതം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് മരത്തിൻ്റെ അടുത്തെത്തി. 400 വർഷം പിന്നിട്ടിട്ടും ഒരു കേടുപോലും വരാതെ പച്ചപ്പായി നിൽക്കുകയാണിത്. എന്ത് ഭംഗിയാലേ മരുഭൂമിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു മരം കാണാൻ തന്നെ. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു വെള്ളിയാഴ്ചയായിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഇലകളൊന്നും പറിക്കാനോ കേടാക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അത്രയും നന്നായിട്ട് തന്നെയാണ് ഇവരിത് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും 400 വർഷം പഴക്കം ചെന്നിട്ടും ഇത്രയും മനോഹരമായി ഇന്നും ഇതിവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് കംപ്ലീറ്റ് കമ്പി വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ അത്ര സാഹസികത്തിനൊന്നും മുതിർന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ അമ്പലം ഉണ്ടെന്ന് കേട്ടത്. എന്നാൽ പിന്നെ വന്നതല്ലേ, അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവരുടെ എന്തോ വിശേഷമുള്ള ദിവസമാണെന്ന്. ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ വേഗം തൊഴുതിട്ടിറങ്ങി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഗൈസ്.